കഴിഞ്ഞാല് ഏതാണ്ട് ഇന്ത്യയുടെ പകുതി ഭാഗം കാണാൻ പറ്റും. മനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോ മനോഹരമായ TV യൂട്യൂബ് തുറന്ന് കാണുന്നല്ലോ, അതിലൊക്കെ മനോഹരമാണ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് സ്വർണ്ണഗിരിക്ക് 2, 1, 3, 2, 5 ഉൾക്കാട് വഴി പോണം. പിന്നെ ചേനകേരി പോയിട്ട് സ്വർണ്ണഗിരിക്ക് പോകാൻ പറ്റും. പക്ഷെ റബ്ബർ കാടാണ്. അന്ന് ഞങ്ങൾക്ക് റബ്ബർ തൈ വെക്കുന്ന സമയാ. അതുകൊണ്ട് റബ്ബർ ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഇപ്പൊ റബ്ബർ ആണെങ്കിൽ മറവ് കൊണ്ട് കാണാൻ പറ്റില്ല, മരത്തിന്റെ മറവ് കൊണ്ട്. ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് നേരെ നമുക്ക് അവിടെ കുളിരുകാട് പോകാൻ പറ്റും. കുളിരുകാട് അച്ചൻകോവില് അവിടെ അച്ചൻകോവില് AP നൈനാന്റെ പണ്ടത്തെ സ്ഥലം. അവിടൊക്കെ പോയാൽ ഭയങ്കര മനോഹരമായ സ്ഥലം തന്നെയാ. കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇവിടുന്ന് പാലരുവി ഇവിടുന്ന് 14 കിലോമീറ്ററേ ഉള്ളൂ. 14 കിലോമീറ്റർ. ആര്യങ്കാവ് 14, പാലരുവി 12. ഞാനിവിടുന്ന് ബട്ടർഫ്ലൈ പാർക്ക് പോവാൻ വന്നേ. അപ്പം ഇവിടുത്തെ ചേച്ചിയാ പറഞ്ഞു, കടയിലെ ചേച്ചി വന്നില്ലേ. പാലരുവി എന്ന് പറഞ്ഞാൽ നമ്മള് ദൂരെ കൂടെ പോകുമ്പോ നമുക്ക് കാണാം പാല് വീഴുന്ന പോലെ. അവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അരുവി മേളിൽ നമ്മുടെ കേരളത്തിലെ വെള്ളം തന്നെ. ഈ മലയുടെ അപ്പുറത്തെ ചെരുവിലെ റോസ്മല വെള്ളമാണ് വരുന്നത്. കാണാൻ നല്ല രസമാണ്. അപ്പൊ ചേച്ചി എന്തുവായാലും ഞാൻ അവിടെ വരെ പോയിട്ട് വരാം, പാലരുവി വരെ. ഈ പാലത്തിന്റെ പേരെന്തായിരുന്നു അമ്മച്ചി? ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന റെയിൽവേ പാലം 13 കണ്ണി പാലം. അതിപ്പോ നമ്മള് നെറ്റിൽ ഏത് ലോകത്തുനിന്ന് അടിച്ചു നോക്കിയാലും കാണാമല്ലോ. 13 കണ്ണി പാലം. ഞാനിപ്പോ ഈ മലപ്പുറത്ത് ഒക്കെ പോകുന്ന ഒരാളാ. നമുക്ക് നല്ല ഫാമിലികളൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ദൈവിക ആയിട്ടുള്ള യാത്രയാ. അപ്പൊ അങ്ങനെ പോകുമ്പോ അവരൊക്കെ ഇങ്ങനെ നെറ്റിൽ അടിച്ചു ഇതാന്നോ ഉമ്മ രാജ്യം, ഇതാന്നോ ഉമ്മ രാജ്യം, ഇതൊക്കെ. അതിന് തൊട്ടിപ്പുറത്താവുമ്പോ ഉമ്മയുടെ വീട് ഇതാണ് കേട്ടോ. എവിടെ പോവാ? വെറും നിരപരാധിയാ മോനെ. എവിടെ പോവാ? എങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. എവിടെ പോവാ? ഞാനിപ്പം വെള്ളം എടുക്കാൻ പോവാ. വെള്ളമില്ല ഇവിടെ. അപ്പൊ മഴ പെയ്താ മഴവെള്ളം കൊണ്ട് ഞാൻ കാര്യം സാധിക്കും. മഴയില്ലല്ലോ. അപ്പൊ ഇവിടെ 2 കിലോമീറ്റർ പോണം വെള്ളം എടുക്കാൻ. അല്ലാണ്ട് 10-20 ലിറ്റർ വെള്ളം എടുക്കൊണ്ട് വരും. കണ്ടില്ലേ, നമ്മളൊക്കെ അവിടെ വെള്ളം വെച്ച് അയ്യാറ് കളിക്കുകയാണ്. ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, എല്ലാരും നശിപ്പിച്ച് കളയോ. അത് ഉള്ളടത്ത് ദൈവം അങ്ങനെ കൊടുക്കും, ഇല്ലാത്തടത്ത് മല ഏറിയല്ലേ. പിന്നെ മഴ ഇവിടുന്ന് വെള്ളം താഴെ ഇറങ്ങി എടുക്കാൻ വഴിയൊന്നുമില്ല. ആര് വയ്യാത്ത ആളാണ്. ഇത് കണ്ടില്ല, ദൈവാധീനം കൊണ്ട് ഇങ്ങനെ സർവശക്തന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നല്ല നിലയ്ക്കാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ മനസ്സിന് ജീവിതശൈലി അനുസരിച്ച് വേദന തന്ന ഉരുകി മരിക്കും. എപ്പോഴും എനിക്ക് സന്തോഷമാണ്. അങ്ങനെ തന്നെ വേണം. എനിക്ക് സന്തോഷം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അവന്റെ പരീക്ഷണങ്ങളാണ്. കാരണം ഈ ലോകം ഞാൻ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. മനുഷ്യരെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് യാത്ര ചെയ്തു. അതൊരു ഭാഗ്യം തന്നെ. ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കാണും, അവിടെ ഞാൻ എത്തിപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു അമ്മയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് സൈനബാബി. സൈനബാബി ഉമ്മയെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ പിന്നെ ഞാൻ സിയാറത്തിന്റെ ആളാ. സിയാറത്തിന് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പൊ എന്റെ കണ്ണിന് ഭയങ്കര ഒരു വേദന. ഒരു ഓപ്പറേഷൻ മഹാന്മാര് നടത്തിയതാണ്. ഇനിയിപ്പോ എന്റെ കണ്ണിന് ഒരു നല്ല വേദന ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഞാൻ ആട്ടിനെ തോലടിക്കാൻ പോയതാ കാട്ടിലെ. കൊച്ചു മക്കളാ, അവരെ കൊണ്ട് പോയതാ. അപ്പൊ ഒരു മുന്നണി കമ്പ് ഇടിച്ചു കയറിയിരുന്നു. അന്നേരം ഭയങ്കര വേദനയുണ്ടായി. ദൈവം എനിക്കുള്ളത് കൊണ്ട് ആ മുന്നണി കമ്പ് ഞാൻ ഏർവാടി പോയി വീട്ടിൽ വന്ന് കിടന്നപ്പോ അവിടുത്തെ മഹാൻ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത മുള്ളെടുത്ത്. അതിൽ പിന്നെ വേദന ഇല്ലാതിരുന്നു. പക്ഷെ ഇത് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് അവിടുത്തെ മഹത്വം പലരോടും പറഞ്ഞ് അങ്ങനെ ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്ത് എൻ്റെ കണ്ണിൻ്റെ വേദന മാറിയിരുന്നു. അവറ്റ ആരെ കണ്ടാലും മുരപ്പാല് മേടിച്ചൊഴിക്കും, വായിലെ ചൂട് കൊടുക്കും, ഇങ്ങനെ കൊണ്ടു കിടന്നത്. അങ്ങനെ ഒരു 19 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഏർവാടി പോകേണ്ടത്. ഒരു സ്വപ്നം കണ്ട് ഞാൻ പിന്നെ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭയങ്കര ഒരു മഹത്വമുള്ള സ്ഥലമാണ്. അവിടുന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് വന്ന് മഹാനാണ് എന്നുള്ള തെളിവ് തന്നിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത് അതെടുത്ത് കണ്ണ് പുറത്തെടുത്തിട്ടാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പടച്ച തമ്പുരാന്റെ കൃപ കൊണ്ട് അവരെനിക്ക് പുറത്ത് തരട്ടെ. അപ്പൊ എനിക്ക് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ കണ്ണിന് നല്ല സുഖമാണ്. അപ്പൊ ഇത് പറയല്ലേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മഹാത്മാ പറയാൻ ഞാൻ 2-3 പേരോട് പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇപ്പൊ എന്റെ കണ്ണിന് വേദനയുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് നല്ലൊരു ഓപ്പറേഷൻ വേണം. അപ്പൊ എനിക്ക് നോക്കാനും കാണാനും ദൈവമേ ഉള്ളൂ.
അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വേദന മാറ്റി തരണേന്ന്. അതെല്ലാം മാറ്റി തരും, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോട്ടെ. പോയി കണ്ടെത്തി വളരെ സന്തോഷം. ബൈക്കാണ്, സൂക്ഷിച്ച് പോണം. എപ്പോഴും നിങ്ങളുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. കാരണം ഇവിടെ കണ്ടമാനം ബൈക്ക് അപകടം നടക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുക്കം വീണ് തലപൊട്ടി. അപ്പൊ അന്നേരം ഓടി വരാൻ പോലും ആരും കാണത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു, ആരും എടുത്തില്ല. പിന്നെ ആംബുലൻസിന് എടുത്തില്ല. പിന്നെ എൻ്റെ പണി പൈസ ഇല്ലാതായി. ഞാൻ ദുഃഖിക്കാനല്ല, വേറെ ഒന്നിനും കഴിഞ്ഞില്ല. പിന്നെ ഏതോ ഒരു പയ്യൻ വന്നിട്ടാണ് അതിനെ പെട്ടെന്ന് കൊണ്ടുപോയത്. പിന്നെ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആംബുലൻസ് കൊണ്ടുവന്നു. അപ്പോഴത്തേനും സമയങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു വിവരം അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിചാരിച്ചിട്ട് ലൈൻ തിരിച്ച് നിങ്ങളുടെ റൂൾ കറക്റ്റായിട്ട് പോവുക. അപ്പൊ ഇങ്ങോട്ട് വരാതെ ഓടേ തമ്പുരാൻ കാകട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോയി വാ. താങ്ക്സ്.